മണിപ്പൂർ ഇന്ത്യയുടെ നെഞ്ചിലെ കനലായി എരിയുകയാണ്. മെയ്തേയ്, കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള ആ ഒരു വംശീയ കലാപത്തിൽ ഇരു വിഭാഗത്തിലും പെട്ടവർക്ക് ജീവൻ നഷ്ടമായി. ഇരു വിഭാഗത്തിൽപ്പെട്ടവരുടെ ഭവനങ്ങൾ അഗ്നിക്കിരയാക്കപ്പെട്ടു. ഇരു വിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങൾ പലതും തകർക്കപ്പെട്ടു. മണിപ്പൂരിലെ സംഘർഷഭരിതമായ ആ ഒരു അവസ്ഥയ്ക്ക് കുക്കി, മെയ്തേയ് വിഭാഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മാത്രമല്ല, അവിടെ സമാധാനം സ്ഥാപിക്കുന്നതിൽ അല്ലെങ്കിൽ അവിടുത്തെ കലുഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം ലഘൂകരിക്കുന്നതിൽ സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ മണിപ്പൂർ വിഷയത്തെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആ വംശീയ കലാപത്തെ വർഗീയതയുടെ നിറം ചാർത്തി തെറ്റിദ്ധാരണ ജനകമായി അവതരിപ്പിച്ച് ഇത്രത്തോളം ഹീനമായ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ടൂളായി ഉപയോഗിക്കപ്പെട്ട കേരളത്തെ പോലെ മറ്റൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്നതാണ് വാസ്തവം. ഒരു ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂർ വീണ്ടും കലാപ കലുഷിതമാകുമ്പോൾ ഇപ്പോൾ മണിപ്പൂരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സംഘർഷത്തിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ, കേരളത്തിൽ അതുമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളുടെ വസ്തുതകൾ, ഈ വിഷയങ്ങളാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് അരുൺ റോബിൻ. ഈ മണിപ്പൂർ വിഷയം നമ്മുടെ ഷെക്കേനയുടെ തന്നെ പല പ്ലാറ്റ്ഫോമുകളിൽ, അത് നിലപാടായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിബേറ്റ് ആയിക്കോട്ടെ, മറ്റ് വീഡിയോസ് ആയിക്കോട്ടെ, വാർത്തയായിക്കോട്ടെ, അതിലൊക്കെ കൃത്യമായിട്ട് നാം പറഞ്ഞിട്ടുള്ളതാണ്. ഈ മണിപ്പൂർ വിഷയം എന്ന് പറയുന്നത് ഒരു വംശീയ കലാപമാണ് എന്ന് കൃത്യമായിട്ട് നാം പ്രേക്ഷകരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ മറ്റേത് മാധ്യമങ്ങളെക്കാളും ഈ മണിപ്പൂർ വിഷയത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് വളരെ വ്യക്തവും കൃത്യവുമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഈ മണിപ്പൂർ വിഷയം ചർച്ചയ്ക്കെടുക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, ഒരു ഇടവേളയ്ക്ക് ശേഷം തുടർച്ചയായിട്ട് അവിടെ കലാപങ്ങൾ നടക്കുന്നുണ്ട്, പക്ഷേ വലിയ രീതിയിൽ അവിടുത്തെ ഒരു സംഘർഷങ്ങൾ ഇപ്പോൾ വാർത്തയാകുന്നു. വലിയ രീതിയിലുള്ള ഒരു സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് മണിപ്പൂർ പോയിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് എന്ന വാർത്തകളാണ് അവിടെ നിന്നും വരുന്നത്. ഒന്നാമത്തെ ഒരു പോയിന്റ്, ആ വാർത്തകളുമായി ബന്ധപ്പെട്ട് നിരവധി തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്, പ്രചരണങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഈ മുല്ലപ്പെരിയാർ വിഷയം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ മഴ പെയ്യുമ്പോൾ മാത്രം ചർച്ചയാക്കപ്പെടുന്ന ഒരു വിഷയമായിട്ട് മുല്ലപ്പെരിയാർ മാറുന്നു. കേരളത്തിലും ഈ മണിപ്പൂർ വിഷയം നമ്മൾ നിരീക്ഷിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം രാഷ്ട്രീയക്കാർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഈ മണിപ്പൂർ മാറുന്നു. ഈ മണിപ്പൂര് പലപ്പോഴും ഇവർ പൊക്കിക്കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇവർ ചർച്ചയാകുന്നത്, വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത്, ക്രിസ്ത്യാനികളോട് വലിയൊരു സ്നേഹമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ പ്രസ്താവനയൊക്കെ ഇറക്കുന്നത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ക്രിസ്ത്യാനികളോട് ഇത്ര വലിയ സ്നേഹമാണെങ്കിൽ 80-20 വിഷയത്തിൽ എന്തുകൊണ്ട് ഈ ഒരു സ്നേഹം കണ്ടില്ല? ഈ പാലാപിതാൻ വിഷയം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഒരു സ്നേഹം കണ്ടില്ല? ഈ ക്രൈസ്തവർക്ക് നേരെ സിനിമകളിലൂടെയും ഒക്കെ അവഹേളനങ്ങൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ക്രൈസ്തവ പ്രേമം കണ്ടില്ല? പൂഞ്ഞാർ വിഷയത്തിൽ ഈ ക്രൈസ്തവ പ്രേമം കണ്ടില്ല? ഈ നിസ്കാര സമര വിവാദത്തിൽ ഈ ക്രൈസ്തവ പ്രേമം കണ്ടില്ല? അപ്പോൾ അവിടെയൊക്കെ ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് കൃത്യമായിട്ടും വ്യക്തമാണ്. മാത്രമല്ല, അവരെപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ക്രൈസ്തവ വേദിയിൽ തന്നെ മണിപ്പൂർ വിഷയം പരാമർശിക്കുകയുണ്ടായി. ക്രൈസ്തവ പള്ളികൾ ആക്രമിക്കപ്പെട്ടു, തകർക്കപ്പെട്ടു എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ മണിപ്പൂരിലെ ക്രൈസ്തവ പള്ളികൾ, ക്രൈസ്തവ ദേവാലയങ്ങൾ കാണുന്ന നമ്മുടെ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്തുകൊണ്ട് ഹാഗിയ സോഫിയ, അതൊരു ക്രൈസ്തവ പള്ളിയല്ലേ, അത് മോസ്കാക്കി മാറ്റിയപ്പോൾ ഇവർ എവിടെയായിരുന്നു? നൈജീരിയയിലും ഒപ്പം തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇസ്ലാമിക തീവ്രവാദികൾ വിളയാടുന്ന രാജ്യങ്ങളിലും തകർക്കപ്പെടുന്ന ദേവാലയങ്ങൾ അല്ലെങ്കിൽ ക്രൈസ്തവ പള്ളികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ പള്ളികളല്ലേ. നഗാർനോ കരാബാക്കിലേക്ക് എന്തുകൊണ്ട് ഇവരുടെ കണ്ണുകൾ പോകുന്നില്ല? അപ്പോൾ കൃത്യം വ്യക്തമാണ്, ഇവരുടെ ഒരു ഇരട്ടത്താപ്പ് അവിടെ വ്യക്തമാണ്. അരുൺ, ആദ്യത്തെ ഒരു പോയിന്റിലേക്ക് പോകുമ്പോൾ, ഈ കലാപത്തിന്റെ ആദ്യ കാലം മുതൽ തന്നെ 2023 മെയ് മാസം മുതൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് വളരെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് നമ്മളെ അത്ഭുതപ്പെടുന്ന ചില സ്ക്രീൻഷോട്ടുകളൊക്കെ പ്രചരിക്കുന്നുണ്ട്, അല്ലേ? മണിപ്പൂരിൽ ഒരു കുരിശിൽ തറയ്ക്കപ്പെട്ട് അല്ലെങ്കിൽ കുരിശിൽ തറച്ച് ചിലരെ വധിച്ചു എന്ന രീതിയിലൊക്കെയുള്ള വാർത്ത. അപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും ആദ്യത്തെ പോയിന്റിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഘർഷങ്ങളുടെ ഒരു വസ്തുത നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു സംഘർഷങ്ങളുടെ ഒരു ഉറവിടം എന്താണ്? ഉത്തരവാദികൾ ആരൊക്കെയാണ്? ജോർജ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിലെ ക്രൈസ്തവരോട് മാത്രം അടങ്ങാത്തൊരു സ്നേഹമായിട്ട് കേരളത്തിലെ ചില മീഡിയകളും ചില രാഷ്ട്രീയക്കാരും ഇറങ്ങി വരുന്ന അതേ സംഭവം തന്നെ കഴിഞ്ഞ ഇലക്ഷൻ്റെ സമയത്തും ഇവിടെ ആവർത്തിക്കേണ്ടായി. അതായത് വാർത്ത ഇങ്ങനെയായിരുന്നു, അതും ഒന്നാം പേജിൽ തന്നെ: മണിപ്പൂർ കത്തുന്നു, ക്രൈസ്തവ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടു. ഈ ഒരു വാർത്ത കാണുമ്പോൾ ഒരു ക്രൈസ്തവനുണ്ടാകുന്ന ഒരു വികാരം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒന്നാം പേജിൽ അങ്ങനെ ഒരു വാർത്ത വന്നത്. വാർത്ത കറക്റ്റാണ്, ഒരു പക്ഷേ കറക്റ്റായിരിക്കാം, കാരണം അത് കുക്കികളാണ് ആ ഒരു ആരോപണം ഉന്നയിച്ചത്. പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട്, 5 പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കുക്കികളുടെ തന്നെ ഒരു ആരോപണമാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ഈ ഒരു വാർത്തയുടെ തൊട്ട് താഴെ തന്നെ അവർ വേറെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു സംഭവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. ഈ കാരണങ്ങൾ പറയാതെ
അതായത് തുടക്കം പറയാതെ ഈ ഒടുക്കമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു എലമെൻറ്റ് മാത്രം ഹൈലൈറ്റ് ചെയ്ത് ഒന്നാം പേജിലേക്ക് വാർത്ത കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് മണിപ്പൂർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വാർത്ത വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ അത് എന്തുകൊണ്ടാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഇവിടുത്തെ കേരളത്തിലെ ആർക്കും അറിയില്ല. അവർക്കറിയാം 5 പള്ളികൾ തകർക്കപ്പെട്ടു എന്ന് കുക്കികൾ പറഞ്ഞ ആരോപണം മാത്രം അവർക്കറിയാം. ശരിക്കും അതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ 2023 മെയ് 3-ാം തീയതിയാണ് ഈ മണിപ്പൂർ കലാപം ആരംഭിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കലാപത്തിൻ്റെ കാരണവും അതിലെ എങ്ങനെ ചില വർഗീയ എലമെൻറ്റുകൾ അതിൽ കയറി വന്നു എന്ന കാര്യവും, അതായത് വംശീയ കലാപത്തിൽ എങ്ങനെ വർഗീയ എലമെൻറ്റുകൾ വന്നു എന്ന കാര്യമെല്ലാം നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ കലാപം സംഭവിച്ചത് ജിരിബാം എന്ന് പറഞ്ഞ ആസാമിനോട് ചേർന്നിരിക്കുന്ന ഒരു പ്രദേശത്താണ്, ഒരു ജില്ലയിലാണ്. ഈ കലാപത്തിൻ്റെ കാരണം എന്താണ്? ഈ കലാപത്തോട് അനുബന്ധിച്ചാണ് ഈ പറഞ്ഞ പള്ളി തകർക്കപ്പെട്ടു എന്നുള്ള വാർത്തയൊക്കെ വന്നത്. ഈ ജിരിബാം ശരിക്കും മണിപ്പൂർ കലാപം തുടങ്ങുന്ന സമയത്ത് വളരെ ശാന്തമായിരുന്ന സ്ഥലമാണ്. ഏകദേശം 1 വർഷത്തോളം അവിടെ യാതൊരു കലാപങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവിടെ കൂടുതലും ബംഗാളികളാണ്, ഹിന്ദുക്കളും മുസ്ലിമുകളായ ബംഗാളികളാണ് ഏകദേശം ഒരു 50% വരുന്നത്. ആകെ 45,000 ആണ് അവിടുത്തെ ജനസംഖ്യ. അവിടെ പിന്നീട് വരുന്നത് മേത്തികളാണ് കൂടുതൽ വരുന്നത്. ഏകദേശം ഒരു 18,000-ഓളം മേത്തികളുണ്ട്. കുക്കികൾ അല്ലെങ്കിൽ കുക്കികളുടെ ഹമാർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ നിന്ന് വെറും 1000-ഓളം പേരാണ് അവിടെ ഉള്ളത്. പിന്നെ അതിലും വളരെ കുറവാണ് ഈ കുക്കി എന്ന പേരിൽ അറിയപ്പെടുന്നവർ. ഈ സ്ഥലത്ത് കഴിഞ്ഞ ജൂൺ മുതൽ ആണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ ഒരു കുക്കി ബാലൻ ആദ്യം കൊല്ലപ്പെടുന്നു. അതിന് റിട്ടാലിയേഷനായിട്ട് 60 വയസ്സുള്ള ഒരു വ്യക്തി കൊല്ലപ്പെടുന്നു. ഈ 2 സംഭവങ്ങളാണ് അവിടെ ആദ്യം സംഭവിക്കുന്നത്. ഇതിന് ശേഷമാണ് ആ പ്രദേശം അശാന്തമാകാൻ തുടങ്ങിയത്. പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത് തുടർച്ചയായിട്ട് കുക്കികൾ അവിടെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതാണ്. ഏകദേശം ഒരു 5 മാസത്തോളമായിട്ട് ഇടവിട്ട് കുക്കികൾ ആക്രമണങ്ങൾ തുടരുന്നു. പാരലായിട്ട് ഇംഫാലിലും ഇംഫാൽ വെസ്റ്റിൽ അതുപോലെ തന്നെ ബിഷ്ണുപൂരിലെല്ലാം കുക്കികളുടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ അവർ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആയുധങ്ങളുടെയൊക്കെ സ്വഭാവങ്ങൾ മാറി. ഇപ്പോൾ അത്യാധുനിക ഡ്രോണുകളും RPG ഒക്കെയാണ് ആ പ്രദേശങ്ങളിൽ അവർ ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലത്തും ഈ ജിരിബാമിലും കുക്കികൾ, അതല്ലെങ്കിൽ ഹമാർ എന്ന് പറയുന്ന ഗോത്രം എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും പക്ഷേ ഹമാർ ഗോത്രത്തിന് ആകെ 1000 പേര്. ഈ 1000 പേരിൽ സ്ത്രീകളും കുട്ടികളും പ്രായമായവരെയും അതല്ലെങ്കിൽ സമാധാനകാംക്ഷികളൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ ആകെ വേണമെങ്കിൽ ഒരു 100-200 പേര് ഉണ്ടായിരിക്കാം. പക്ഷെ അവരല്ല ഇത് ചെയ്യുന്നത്. അവരല്ല എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല ഇത് ചെയ്യുന്നത്. അവർ ഈ മേത്തികളുടെ വില്ലേജുകളിൽ പോകുന്നു, അവിടെ വില്ലേജുകൾ കത്തിക്കുന്നു. ഇത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മാസങ്ങളായിട്ട് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിരളമായിട്ട് മേത്തികളും തിരിച്ചും ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത് കുക്കികളുടെ ഭാഗത്തു നിന്നാണ്. ഇതുപോലെ തന്നെ കഴിഞ്ഞ ഒക്ടോബർ 19-ാം തീയതി അവർ ഇപ്പോൾ ആക്രമിച്ച ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, ബോറബക്ര സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷൻ അവർ ആക്രമിച്ചിരുന്നു, വെടിവെയ്പ്പ് നടത്തിയിരുന്നു. അതിനുശേഷം ഒക്ടോബർ 26-ാം തീയതി കുക്കികളുടെ കുറേ ഫാം ഹൗസും വീടുകളൊക്കെ അവർ ആക്രമിച്ചിരുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ആക്രമണമുണ്ട്. ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണമായിട്ട് പറയുന്നത് ഈ പറഞ്ഞ സ്ഥലത്തിൻ്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. കുക്കികളെ സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് അവരുടെ ഡിമാൻഡ്. ആ ഡിമാൻഡിനോട് ചേർന്ന് പോകണമെങ്കിൽ ഈ ജിരിബാം എന്ന് പറഞ്ഞ ജില്ല, മൊറൈ എന്ന് പറഞ്ഞ ജില്ല, ഇതിൻ്റെ എല്ലാം കൺട്രോൾ അവർക്ക് വേണം. കാരണം അവിടെയാണ് റെയിൽവേയുടെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വരുന്നു, അതുപോലെ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ അവിടെ വരുന്നു. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ആ സ്ഥലം പിടിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിന്ന് മേത്തികളെ ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഈ കുക്കികൾക്ക് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇനി മുതലാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതുവരെയുള്ള കാര്യങ്ങളൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഇരിക്കെ കഴിഞ്ഞ നവംബർ 7-ന് സൈറോൺ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം, കുക്കികളുടെ ഒരു ഗ്രാമമാണ്, അത് ജിരിബാം ജില്ലയിൽ തന്നെ. അവിടെ ഈ ആരംബൈ തങ്ങളുടെ കൂടെ സപ്പോർട്ടോട് കൂടിയിട്ട്, ആരംബൈ തങ്കോൾ പ്രധാനമായിട്ട് ഇംഫാലിലുള്ളതാണ്, അവരും അവിടുത്തെ നാട്ടുകാരായ മേത്തികളും ചേർന്ന് ആ ഗ്രാമം ആക്രമിക്കുക. ഏകദേശം ഒരു 19ഓളം ഭവനങ്ങൾ നശിപ്പിക്കുകയും അതിനേക്കാളെല്ലാം ഉപരി അവിടെ ഒരു 31 വയസ്സുകാരിയെ ഒരു അധ്യാപികയെ അവർ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വയലൻസിനുള്ള പ്രധാന കാരണം. അവർ ആ സ്ത്രീയെ ആദ്യം കാലിൽ വെടിവെച്ചു, അതിനുശേഷം ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു എന്ന ആരോപണമാണ് ഭർത്താവ് ഉന്നയിക്കുന്നത്. അവരുടെ ശരീരം ഏകദേശം 99% കത്തിക്കരിഞ്ഞ നിലയിലാണ് കണ്ടെത്തുന്നത്. തലയോട്ടിയൊക്കെ തകർക്കപ്പെട്ടതായിട്ടും എല്ലുകളൊക്കെ ഒടിഞ്ഞു നുറുങ്ങിയതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രൂരമായ പീഡനങ്ങൾക്ക് അവർ ഇരയായി എന്ന് പറയുന്നു. പക്ഷേ ബലാത്സംഗം സ്ഥിരീകരിക്കാനായിട്ട് ആ ശരീരത്തിൽ ബാക്കിയൊന്നും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതോടുകൂടി കുക്കികൾ ഇളകി. കാരണം അവർ 2 ഗോത്രങ്ങൾ തമ്മിൽ വലിയ കുടിപ്പകയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഏകദേശം ഒരു 1.5 വർഷമായിട്ട്. അങ്ങനെ നവംബർ 11-ാം തീയതി ഈ കുക്കികൾ സംഘടിച്ചെത്തുകയാണ്. അവർ ഏകദേശം 10-25ഓളം പേര് അവർ വന്ന്, അവരുടെ കയ്യിൽ അത്യാധുനികമായ ആയുധങ്ങളുണ്ട്. അവിടെയുള്ള മേത്തികളുടെ ഷോപ്പുകളും വീടുകളൊക്കെ തകർത്ത് പിന്നീട് അവരെത്തുന്നത് ഈ പറഞ്ഞ നേരത്തെ കുക്കികൾ ആക്രമണം നടത്തിയിട്ടുള്ള ബോറബക്ര പോലീസ് സ്റ്റേഷനും അതിനോടടുത്തുള്ള CRPF ക്യാമ്പ്, അതോടൊപ്പം തന്നെ ഈ സ്റ്റേഷനോട് ചേർന്നൊരു 13ഓളം മേത്തികൾ താമസിക്കുന്ന ഒരു ദുരിതാശ്വാസ ക്യാമ്പ്, ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ഇവർ വലിയ തോതിൽ ആക്രമണം നടത്തി. തുടർച്ചയായിട്ട് ഇവരുടെ ആക്രമണം ഉണ്ടായപ്പോൾ CRPFൽ നിന്ന് തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയിൽ 10ഓളം കുക്കി മിലിറ്റൻസ്, 10ഓളം കുക്കി വില്ലേജ് വോളണ്ടിയേഴ്സ് കൊല്ലപ്പെടുകയും ചെയ്തു. എന്നാൽ അതോടൊപ്പം തന്നെ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിരുന്ന കുക്കികൾ അതിനോട് ചേർന്നുള്ള ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ അവർ വലിയ തോതിൽ ആക്രമണം നടത്തുകയും അവിടെ 2 പുരുഷന്മാരെ, ഒരു കുടുംബമായിരുന്നു, ആ കുടുംബത്തിലെ 2 പുരുഷന്മാരെ അവിടെ വെച്ച് കൊന്ന് അതിലത്തെ ഒരാളെ പൂർണ്ണമായിട്ടും കത്തിക്കുകയും
അതോടൊപ്പം തന്നെ 6 പേരടങ്ങുന്ന ഒരു 3 സ്ത്രീകളും 3 കൊച്ചു കുട്ടികളും. അപ്പോൾ ഈ മെയ്ത്തികളായ ഇവരെ തട്ടിക്കൊണ്ടുപോയതോടുകൂടി ഇത് ഇംഫാൽ താഴ്വരയിലും മറ്റെല്ലാ പ്രദേശങ്ങളിലും അറിഞ്ഞു. അതോടുകൂടി അവിടെ വലിയ പ്രൊട്ടസ്റ്റുകൾ ആരംഭിച്ചു. ഇവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കാനായിട്ട് ഗവൺമെന്റിന്റെ മേൽ ശക്തമായ സമ്മർദ്ദങ്ങളുമായിട്ട് മെയ്ത്തികൾ വന്നു. പക്ഷേ സർക്കാരിന് ഇവരെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചില്ല. അതാണ് ഉണ്ടായത്. ആ ദിവസം തന്നെയോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടുള്ള ദിവസവും ഈ മെയ്തേ സ്ത്രീകൾ, ആ 3 കൊച്ചുകുട്ടികളും, ഇവരെ തട്ടിക്കൊണ്ടുപോയ കുക്കികൾ, ഈ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ അവരുടെ ഒരു ഫോട്ടോ കൂടി അവർ ഫേസ്ബുക്കിൽ വിടുകയുണ്ടായി. ഈ 6 പേരും കൂടി ഒരുമിച്ച് ഒരു കാട്ടിലിരിക്കുന്ന ഫോട്ടോയും വിട്ടിരുന്നു. അതിനുശേഷം പിറ്റേ ദിവസമാണ് ഇവർ കൊല്ലപ്പെടുന്നത്. പക്ഷേ കൊല്ലപ്പെടുന്നത് താഴ്വരയിൽ അറിയുന്നില്ല. 16, 17 ഈ ദിവസങ്ങളിലായിട്ട് അവിടെയുള്ള ബറാക്ക് നദിയിൽ നിന്നും അതുപോലെ ജിരി നദിയിൽ നിന്നും എല്ലാമായിട്ട് ഇവരുടെ ബോഡികൾ കണ്ടെത്തുകയാണ്. ശരിക്കും ഇതൊരു വളരെ അധികം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപക്ഷെ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ വാർത്ത എത്രത്തോളം സീരിയസ്നെസ്സിൽ അവർ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. കാരണം മരിച്ചവർ 2 സഹോദരിമാരാണ്. അവരുടെ 3 കുട്ടികൾ, അവരുടെ അമ്മ, ഇവരാണ് കൊല്ലപ്പെട്ടത്. ഈ കൊച്ചു കുട്ടികളുടെ പ്രായം കേൾക്കുമ്പോഴാണ്, വെറും 8 മാസമുള്ള ഒരു കുട്ടിയുണ്ട്, 2.5 വയസ്സുള്ള ഒരു ആൺകുട്ടിയുണ്ട്, ഒരു 8 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. അതുപോലെ തന്നെ ഈ അമ്മമാരുടെ പ്രായം 25, 31, അതുപോലെ തന്നെ അവരുടെ അമ്മ 60 വയസ്സ്. ഇതോടുകൂടി ഇംഫാലിൽ വീണ്ടും കലാപം ആരംഭിക്കുകയാണ്. അവർ ബീരൻ സിംഗിന്റെ സ്വകാര്യ വസതി ആക്രമണത്തിനിരയാക്കി. അതുപോലെ തന്നെ 2 മന്ത്രിമാരുടെ, 4 MLA-മാരുടെ, അതിൽ ഒരാൾ കോൺഗ്രസ് ആണ്. പക്ഷെ അവരുടെ എല്ലാം വീടുകൾ അവർ ആക്രമിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത അത്രയും ക്രൂരമായിട്ടാണ് ഈ കൊലപാതകം നടന്നിട്ടുള്ളത്. മേത്തേ അലയൻസ് അവരുടെ ഈ സ്റ്റേറ്റിലുള്ള വിശ്വാസം അവർക്ക് നഷ്ടപ്പെട്ടു, കേന്ദ്രത്തിലുള്ള അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അവർ നേരെ അപേക്ഷ കൊടുത്തത് UN-ലോട്ടാണ്. UN ഇതിൽ ഇടപെടണം എന്ന് പറഞ്ഞിട്ട് അവരൊരു മെമ്മോറാണ്ടം UN-ക്ക് അയച്ചിട്ടുണ്ട്. അവർ ആ മെമ്മോറാണ്ടത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുട്ടികളെ തല തകർത്തിരിക്കുന്നു, ചില ശരീരഭാഗങ്ങൾ കാണുന്നില്ല, ഞങ്ങളുടെ ആ 8 വയസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടതായിട്ട് കാണപ്പെടുന്നു, അതുപോലെ തന്നെ മറ്റു 2 സ്ത്രീകളും ക്രൂരമായിട്ട് ലൈംഗികമായിട്ട് ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനുശേഷം അതിൽ 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ 2.5 വയസ്സുള്ള കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ആ കുട്ടിയുടെ തലയ്ക്ക് അതുപോലെ തന്നെ മുഖത്ത് എല്ലാം വെടിയേറ്റിരിക്കുന്നു. ഈ മുഖം മുഴുവൻ അടിച്ച് തകർത്തിരിക്കുന്നു. നെഞ്ചിലും കയ്യിലും വളരെ മൂർച്ചയുള്ള ആയുധങ്ങളും കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ചിരിക്കുന്നു. വലിയ ഇരുമ്പ് റോഡ് പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ഈ കുട്ടീനെ അതുപോലെ ആക്രമിച്ചിരിക്കുന്നു. ഈ കുട്ടിയുടെ കൈത്തണ്ട ഒടിഞ്ഞു കിടക്കുന്നു, ഒരു കണ്ണ് കാണുന്നില്ല. ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം നടന്നു. ഇതുപോലെ തന്നെ മറ്റു സ്ത്രീകളും അവർക്ക് 4ഉം 5ഉം വെടിയേറ്റിട്ടുണ്ട്. അവരുടെ മാറിലും നെഞ്ചിലും തലയിലൊക്കെ വെടിയേറ്റിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നത്, ഇത് ചെയ്തിരിക്കുന്നത് കുക്കികളാണ്. കുക്കികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുക്കി മിലിറ്റൻസ് ആണ്. അവർ വില്ലേജ് വോളണ്ടിയേഴ്സ് എന്ന പേരിലാണ് ഇവിടെ എല്ലാവരും പറയപ്പെടുന്നത്. അവർ അവരുടെ വില്ലേജ് സംരക്ഷിക്കാൻ വന്നവരാണെന്നാണ് പറയുന്നത്. യാഥാർത്ഥ്യം അതല്ല. ഇത് ചുരാചന്ദ്പൂർ, അതായത് കുക്കി മേഖലയിൽ നിന്ന് വന്ന 250 കിലോമീറ്റർ ദൂരെ നിന്ന് വന്നിട്ടുള്ള വില്ലേജ് വോളണ്ടിയേഴ്സ് ആണ്. അവർ ഇവിടെ വന്ന് ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇതെല്ലാം. ഈ സംഭവത്തിൽ ഈ ബന്ദികളായവരുടെ ബോഡികൾ കണ്ടു കിട്ടിയ സമയത്താണ് മേത്തൈകൾ ആകെ പ്രക്ഷുബ്ധരാകുകയും അവർ വീണ്ടും കുക്കികളെ നേരെ ആക്രമണം നടത്തുകയും ആ ദിവസമാണ് ഈ കുക്കികളുടെ സംഘടനകൾ 5 പള്ളികൾ തകർത്ത കാര്യം അവരറിയിക്കുന്നത്. 5 പള്ളികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഇവിടുത്തെ കത്തോലിക്ക പള്ളികളുമായിട്ട് അതിനെ കമ്പയർ ചെയ്യരുത്. നമുക്കറിയാലോ, അത് ഈ അവിടുത്തെ ഏതെങ്കിലും പാസ്റ്ററിന്റെ വീടിനോടൊക്കെ ചേർന്നിട്ടുള്ള പ്രാർത്ഥന കേന്ദ്രങ്ങളായിരിക്കും ഇവർ പള്ളികൾ എന്ന് പറയുന്നത്. പക്ഷേ അത്തരം പള്ളികളുടെ ഒന്നും ചിത്രങ്ങളൊന്നും വന്നിട്ടുമില്ല, പുറത്ത് വന്നിട്ടുമില്ല. കുക്കികളുടെ ഏരിയയാണ്, പക്ഷേ കുക്കികൾക്ക് നൽകാമായിരുന്നു, പക്ഷേ അവർ അത്ര ചിത്രങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ സംഭവങ്ങൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സംഭവത്തെ എങ്ങനെയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ വർഗീയതയാണോ അവർ കാണേണ്ടത്, അതോ ഇതിൻ്റെ ഉള്ളിലെ വംശീയതയാണോ കാണേണ്ടത്, ഇതിലെ ക്രൂരതയാണോ കാണേണ്ടത്? നമ്മൾ കൃത്യമായിട്ട് അന്ന് ആ കുക്കി സ്ത്രീകളെ നഗ്നരാക്കിയിട്ട് പരേഡ് നടത്തി ആ ആക്രമണത്തെ എത്രത്തോളം ഇവിടെ അപലപിച്ചു. ഈ അടുത്ത കാലത്തൊന്നും ലോകത്തിൽ കേട്ടുകേൾവില്ലാത്ത രീതിയിൽ കൊച്ചുകുട്ടികളെ ക്രൂരമായിട്ട് ആക്രമിച്ച് തലവെട്ടിയൊക്കെ കൊന്നിട്ട് അത് ഹമാസിനെയൊക്കെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള പണികളാണ് ഇവർ ചെയ്തത്. ഈ ചെയ്ത കാര്യങ്ങളൊന്നും ഇവിടെ മാധ്യമങ്ങളിൽ വാർത്തയല്ല. ഇതാണ് ഇവിടുത്തെ റിപ്പോർട്ടിങ്ങിൽ നടക്കുന്നത്. ഓക്കെ, അത് വ്യക്തമാണ്. റോബിൻ, ഇപ്പം അരുൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ അടുത്ത് നടന്ന സംഭവങ്ങളെക്കുറിച്ചാണ് അരുൺ സൂചിപ്പിച്ചത്. അത് തന്നെ എത്രത്തോളം ബയാസ്ഡ് ആയിട്ടാണ്, അല്ലെ, ഒരു വൺ സൈഡഡ് ആയിട്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത്. അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ എത്രത്തോളം ഒരു ഇരട്ടത്താപ്പ്, എത്രത്തോളം ഒരു നിഗൂഢ അജണ്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ട് എന്ന കാര്യത്തിൽ. അല്ല, ഇത് നമ്മൾ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങളും നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു സ്റ്റോറി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് സർട്ടൺ ക്രൈറ്റീരിയകളുണ്ട്, അവർക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ട്. അത് നിറവേറ്റുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ മണിപ്പൂർ വിഷയം ഉപയോഗിക്കപ്പെടുന്നത്, ആ മണിപ്പൂർ വിഷയം ഉന്നയിക്കപ്പെടുന്നത് പലപ്പോഴും ഇവിടുത്തെ ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ BJP-യോട് അടുക്കരുത്, ഇവിടെയുള്ള ഏതെങ്കിലും ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും അവർ ചെയ്യുന്ന കാര്യങ്ങളെ ബാക്കിയുള്ളവരെല്ലാം അനുകൂലിച്ച് നിൽക്കുക,
പക്ഷേ അതേസമയം BJP അടക്കമുള്ള പാർട്ടികളിലേക്ക് പോകാതിരിക്കാൻ മണിപ്പൂർ പോലുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടുക, BJP ഇതുപോലെ ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ഒരു പാർട്ടിയാണ് എന്ന്, BJP അധികാരത്തിൽ വന്നാൽ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ ഇവിടെ രക്ഷയില്ല, ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്നുള്ള രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് മണിപ്പൂർ വിഷയം, അതെന്ന് വെച്ചാൽ അവരങ്ങനെയാണ് അതിനെ ഉപയോഗിക്കുന്നത്. അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ, ഇപ്പോൾ കൊലപ്പെട്ട കാര്യങ്ങളോ അങ്ങനെ ചെയ്ത കാര്യങ്ങളോ അല്ലെ മറ്റ് കമ്മ്യൂണിറ്റികൾ ഇങ്ങനെ ചെയ്തു, അതൊന്നും അവർക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകളായിരിക്കും. ഒന്ന് സെൻറ്റർ ആൻഡ് സെൻറ്റർ ലെഫ്റ്റ് പാർട്ടികൾ, കോൺഗ്രസിനെ തന്നെ എടുക്കാം നമുക്ക്. കോൺഗ്രസ് ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന കോൺഗ്രസ് ഒന്ന്. രണ്ടാമത് ഫാർ ലെഫ്റ്റ്, നമ്മുടെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. മൂന്നാമത്തത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാം. ഇത്രയും ആളുകൾക്കാണ് ഇത് കൃത്യമായിട്ടും, ഇത്രയും ആളുകളാണ് ഇതിനെക്കുറിച്ച് കൃത്യമായി ഇവിടെ ചർച്ച ചെയ്യുന്ന ആളുകൾ. ഒന്നാമത് അവർക്ക് ചർച്ച ചെയ്യുമ്പോൾ അവരുടെ പെർസ്പെക്റ്റീവും അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഇതാണ്. എന്നാൽ അതേസമയം ഈ നേരത്തെ പറഞ്ഞ പോലെ മണിപ്പൂരിൻ്റെ ഈ ഇഷ്യൂ കാണുന്ന ആളുകൾക്ക്, അവിടുത്തെ ക്രിസ്ത്യാനികളുടെ കഷ്ടപ്പാട് കാണുന്ന ആളുകൾക്ക്, മറ്റ് പല രാജ്യങ്ങളിലും നടക്കുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് അവർക്കത് ബോധമില്ല, അവർക്കത് കാണാനുള്ള ബോധമില്ലാത്ത അവസ്ഥയാണ്. കാരണം അത് അവരുടെ ആവശ്യങ്ങളിൽ പെടുന്ന കാര്യമല്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ വസ്തുത. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഇതിൻ്റെ ഉള്ളിൽ മറ്റൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത്, 2021 ഈ മ്യാൻമറിൽ അവിടുത്തെ ജനാധിപത്യ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് ആങ് സാൻ സൂക്കിനെ അവിടുന്ന് പുറത്താക്കിക്കൊണ്ട് അവിടെ മിലിറ്ററി അധികാരം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അന്ന് മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ അതിർത്തി എന്ന് വെച്ചാൽ ഏകദേശം 1643 കിലോമീറ്റർ അതിർത്തി മേഖലയുണ്ട് മ്യാൻമറുമായിട്ട്. നമുക്ക് ഈ അതിർത്തി മേഖലകളിലെല്ലാം അന്ന് ഈ സൈന്യം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് ഒരുപാട് ഗോത്ര വിഭാഗങ്ങളുണ്ട് ഈ മ്യാൻമറിൽ തന്നെ. അപ്പോൾ അവരെല്ലാവരും പലരും ഇതുപോലെ തന്നെ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ടായി, അവിടുത്തെ സൈന്യവുമായിട്ട് ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഇങ്ങനെയൊരു സാഹചര്യം അവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മുടെ ഈ ഇന്ത്യയുടെ അതിർത്തി മേഖലകൾ, മ്യാൻമറുമായിട്ടുള്ള അതിർത്തി മേഖലകളിലെല്ലാം ഒരുപാട് മിലിറ്റന്റ് ഗ്രൂപ്പുകളുള്ള ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അവിടെ സംജാതമാകുന്നതിൻ്റെ ഒരു ബഹിർസ്ഫുരണം കൂടിയായിരുന്നു ഈ മണിപ്പൂരിൽ സംഭവിച്ച കലാപത്തിൻ്റെ ബാക്കി പത്രം എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ചിൻ എന്ന് പറയുന്ന ഗോത്ര വിഭാഗം കൃത്യമായും ഇവിടുത്തെ മിസോറാമിലെ മിസോകളായിട്ടും അതുപോലെ തന്നെ കുക്കികളുമായിട്ടും, കുക്കീസോ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായിട്ടും ഇവർ വളരെ ഗോത്രപരമായി ഇൻ്റർലിങ്ക്ഡാണ്. ഇവർക്കെല്ലാവർക്കും അവിടെ റിലേറ്റീവ്സ് ഉണ്ട്. കാരണം നമുക്കറിയാം, കുറച്ചു കാലം മുന്നേ വരെ ഏകദേശം 16 കിലോമീറ്ററോളം അങ്ങോട്ടും ഇങ്ങോട്ടും വിസ ഇല്ലാതെ പോയി വരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മ്യാൻമറിലേക്കും ഇന്ത്യയിലേക്കും പോയി വരാൻ. കാരണം അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗോത്രങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഇപ്പം ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലുള്ളതെല്ലാം ഗോത്രങ്ങളാണ്. നാഗ, കുക്കി, അതുപോലെ തന്നെ അങ്ങനെ ഇതെല്ലാം ഗോത്ര വിഭാഗങ്ങളാണ്. ഇപ്പോൾ മെയ്തൈ എന്ന് പറയുന്ന എല്ലാം ഗോത്ര വിഭാഗങ്ങളാണ്. അപ്പോൾ ഇവരുടെ എല്ലാ റിലേറ്റീവ്സ് ഈ മ്യാൻമർ ആ ഭാഗങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മ്യാൻമറിൽ ഇതുപോലെ കലാപം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ചിൻ വിഭാഗത്തിൽപ്പെട്ട മിലിറ്റൻറ്റുകൾ അവിടെ സൈന്യവുമായി ഏറ്റുമുട്ടുന്ന സാഹചര്യത്തിൽ ഒരുപാട് ആളുകളെ ഇങ്ങോട്ട് വരുന്ന, ഇപ്പോൾ മിസോറാമിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി, അതുപോലെ തന്നെ മണിപ്പൂരിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആളുകൾ വരുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ തന്നെ അന്ന് തൊട്ടേ ഏകദേശം ഈ മണിപ്പൂരിൽ മെയ്തേയികളും ഇവരും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. കാരണം ലാൻഡ് കുറേ ആളുകൾ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു, പിന്നെ ലാൻഡ് ഡിസ്ട്രിബ്യൂഷൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെ ഒരുപാട് ഇഷ്യൂകൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ ഇനി ഇതിൻ്റെ ചരിത്രം എടുത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഈ നോർത്ത് വെസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഇപ്പോൾ ഇവർ പറയുന്നു മണിപ്പൂരിൽ കലാപം ഉണ്ടാക്കി. ഇപ്പോൾ ഓർക്കണം, മണിപ്പൂരിൽ കലാപം ഉണ്ടായി എന്ന് പറയുമ്പോൾ കലാപം നടത്തിയത് മെയ്തൈ, കുക്കി വിഭാഗങ്ങൾ തമ്മിൽ വർഗീയ കലാപം. മെയ്തൈ, കുക്കി വിഭാഗങ്ങൾ, അല്ലാതെ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിൽ അങ്ങനെയല്ല. മെയ്തൈ, കുക്കി വിഭാഗങ്ങൾ, അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഇത് ഗോത്ര വിഭാഗമാണ് എന്നുള്ളത്. എന്ന് വെച്ചാൽ മലയാളികളും തമിഴരും തമ്മിൽ അടി നടക്കുന്നു, അതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എന്നുമാണ് ഇത് ദ്യോതിപ്പിക്കുന്നത് എന്നുള്ളത്. പക്ഷേ അത് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്തുകൊണ്ട് കാണാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ചിൻ എന്ന് പറയുന്ന വിഭാഗം, മിസോകൾ എന്ന് പറയുന്ന വിഭാഗം, അതുപോലെ കുക്കികൾ എന്ന് പറയുന്ന വിഭാഗം, ഇവർ 91% മുകളിൽ ക്രിസ്ത്യാനികളാണ്. ഇവർ 91% മുകളിൽ ക്രിസ്ത്യാനികളാണ്. ഇവർ മുഴുവൻ ക്രിസ്ത്യാനികളായതുകൊണ്ട് ക്രിസ്ത്യാനികളെയാണ് ആക്രമിക്കുന്നത്. പിന്നെ മറ്റൊരു തലം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഡീപ്പായിട്ടുള്ള ഹിസ്റ്ററിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 1991 മുതലുള്ള കാലഘട്ടം, ഇപ്പോൾ അതിനു മുന്നേ ഉണ്ട്. അതിനു മുന്നേ എനിക്ക് തോന്നുന്നത് ഈ ബംഗ്ലാദേശിൽ നിന്നും കുടിയേറ്റക്കാർ വന്നിട്ട് ഈ ആസാമിൽ വെച്ച് കുടിയേറ്റക്കാരുടെ കേന്ദ്രങ്ങളെ പച്ചയ്ക്ക് കത്തിച്ച് ആളുകളെ കത്തിച്ച് കളയുന്ന സംഭവങ്ങൾ ഈ കോൺഗ്രസ് ഇതേപോലെ ഈ മണിപ്പൂരിനെ കുറിച്ച് വിമർശനം ഉന്നയിക്കുന്ന ഇതേ കോൺഗ്രസിൻ്റെ കാലത്താണ് ഇതുപോലെ പച്ചയ്ക്ക് ആളുകളെ കത്തിച്ച് കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അന്ന് മുതലേ ഇഷ്ടംപോലെ കലാപങ്ങൾ അവിടെ നടക്കുന്നതാണ്. ഇനി നമുക്കറിയാം കലാപങ്ങൾ ഇപ്പം ഈ ഏകദേശം എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ട് ഈ അടുത്ത കാലം വരെ കലാപം ഇല്ലാതിരുന്ന ഒരു 91 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ മിസോറാമിൽ
അധികം കലാപങ്ങളോ അങ്ങനത്തെ വലിയ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അരുണാചൽ പ്രദേശ്, ഈ 2 സംസ്ഥാനം ഒഴിച്ച് അവിടെ മേഘാലയ, ആസാം, ത്രിപുര, അതുപോലെ തന്നെ മണിപ്പൂർ, നാഗാലാൻഡ്, ഈ സ്ഥലങ്ങളിലെല്ലാം കാലാകാലങ്ങളിൽ കൃത്യമായി കലാപങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ത്രിപുരയുടെ കാര്യം എടുക്കാം. ത്രിപുരയിൽ ഈ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മാസമാണ് അവിടുത്തെ മുഖ്യമന്ത്രി മിലീഷ്യകളില്ലാത്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ മാസമാണ്. അവിടെ 350ഓളം മിലിറ്റൻറ്റുകൾ ഒരു ആയുധങ്ങളെല്ലാം വെച്ച് കീഴടങ്ങി അങ്ങനെ മിലിറ്റൻറ്റുകളില്ലാത്ത ഒരു സംസ്ഥാനമായി മാറുന്നത് ആലോചിച്ച് നോക്കണം. ഈ മണിപ്പൂരിൻ്റെ വിഷയമെല്ലാം നടക്കുന്ന സമയത്ത് ഇവിടെയെല്ലാം ഇവരുണ്ട്, ഈ മിലിഷ്യകളുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കൃത്യമായി കാലാകാലങ്ങളിൽ ഒരുപാട് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ട കേന്ദ്രങ്ങളാണ് ഇതെല്ലാം. ആസാമിൽ കൃത്യമായിട്ട് ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുള്ള സ്ഥലമാണ്. അതുപോലെ ത്രിപുരയിൽ ഈ കുടിയേറ്റക്കാരുടെ, ഞാൻ ഈ കുടിയേറ്റക്കാരെ സൂചിപ്പിക്കാൻ കാരണം, മ്യാൻമറിൽ നിന്നുള്ള കുടിയേറ്റം മണിപ്പൂരിലേക്ക് വന്നു എന്ന് സൂചിപ്പിക്കാൻ കാരണം, ഈ കുടിയേറ്റം കാരണം ഈ ത്രിപുര അടക്കമുള്ള, ആസാം അടക്കമുള്ള നിരവധി സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്, കലാപങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇനിയും കലാപങ്ങൾ ഉണ്ടാകാൻ ഇരിക്കുന്നു. അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ പറയണം. കാരണം ഈ ബംഗാളിലടക്കം, ത്രിപുരയിലടക്കം ഇതുപോലുള്ള സംസ്ഥാനങ്ങളിലെല്ലാം ഇനിയും കലാപങ്ങൾ ഉണ്ടാകാനിരിക്കുന്നു. കാരണം അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും അവിടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ മറ്റൊരു കാര്യം കൂടി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ളത്, മണിപ്പൂരിൽ കലാപം തുടങ്ങുന്ന സമയത്ത് മെയ്തൈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും ആയുധങ്ങൾ, തോക്കുകൾ പിടിച്ചെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നീട് പോലീസുകാർ പല മിലിറ്റൻറ്റുകളെയും പിടിക്കുന്ന സാഹചര്യത്തിൽ അന്ന് മെയ്തൈകൾ കൊള്ളയടിച്ചുകൊണ്ട് പോയ തോക്കുകൾ ഇൻസാസ് തോക്കുകളായിരുന്നു. ആ തോക്കുകൾ കുക്കികൾ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അതെങ്ങനെയാണെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ മ്യാൻമർ എന്ന് പറയുന്നത് നമുക്കറിയാം ഗോൾഡൻ ട്രയാങ്കിൾ, മയക്കുമരുന്നിൻ്റെ വലിയ ഹബ്ബാണ് ഈ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അനധികൃതമായ കള്ളക്കടത്ത് ആയുധങ്ങളുടെയും ഏറ്റവും വലിയ ഹബ്ബാണ് ഈ മ്യാൻമർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മ്യാൻമറിലേക്ക് മെയ്തൈകൾ കൊള്ളയടിച്ച ആയുധങ്ങൾ മ്യാൻമറിൽ എത്തിച്ച് അവിടെ വിറ്റേച്ച് അവിടുന്ന് ബൾക്കായിട്ട് കുക്കികൾ വാങ്ങുന്നു. കുക്കികൾ വാങ്ങിയിട്ട് ആ ആയുധങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ വെടിവെക്കുന്നു. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ആ ഡെമോഗ്രാഫിയും അവിടുത്തെ ജോഗ്രഫിയും എല്ലാം കൃത്യമായി മനസ്സിലാക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇപ്പം ഇത്ര ക്രൂരമായി കൊന്നു എന്ന് പറയുന്നു. ഈ ക്രൂരമായി കൊന്നു എന്ന് പറയുന്നത് ഇവർ പരമ്പരാഗതമായി മിലിറ്റൻസ് ആണ്. ഇവർ പരമ്പരാഗതമായി ഏറ്റുമുട്ടി മ്യാൻമറിലെ സൈന്യവുമായിട്ടും അതുപോലെ അതിനു മുൻപേ നമുക്കറിയാം ഈ നാഗാലാൻഡിൽ നാഗകളുടെ കലാപം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആസാം മൂവ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. കുക്കി നാഗ ആക്രമണങ്ങൾ ഇതെല്ലാം നടന്നിട്ടുള്ള സ്ഥലമാണ്. എന്ന് വെച്ചാൽ ഇവർ ഇങ്ങനെയുള്ള ആളുകളാണ്, അവരങ്ങനെയാണ് ഡീല് ചെയ്യുന്നത്. അവർ മിലിറ്റൻസ് ആണ്. അവരിപ്പോഴും അവിടെ മ്യാൻമറിലുള്ള സൈന്യവുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരാണ് ഇവിടെ ഡീൽ ചെയ്യാൻ വരുന്നത്. അതാണ് ഇപ്പം മെയ്തൈകളും കുക്കികളുമായിട്ട് ഇനിയൊരു കലാപം ഉണ്ടാവുകയാണെങ്കിലും ഗംഭീരം വെടിവെപ്പും, നമ്മളിവിടുത്തെ അടി പോലെ അല്ലാതെ ഗംഭീരം വെടിവെപ്പും, ആളുകളെ വെടിവെച്ച് കൊന്ന് കത്തിക്കുക. കാരണം അത് അവരുടെ രീതിയാണ്, അവരങ്ങനെയാണ് ഗോത്രവർഗം വളർന്നിട്ടുള്ളത്, അവരുടെ ഹിസ്റ്ററി അങ്ങനെയാണ്. ഇതെല്ലാം പരിശോധിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് കൃത്യമായിട്ട് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഉള്ളതേ ഉള്ളൂ. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് അതാണ് ഇതിൻ്റെ ഉള്ളിൽ മതം വേണമെങ്കിൽ ഉപയോഗിക്കാം, രാഷ്ട്രീയം വേണമെങ്കിൽ ഉപയോഗിക്കാം, അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എലമെൻ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അങ്ങനെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ എലമെൻറ്റുകളുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ, അത് വ്യക്തമാണ്. നമ്മളിപ്പോൾ ഈ മണിപ്പൂരിൽ എന്താണ് നടന്നത് വളരെ വ്യക്തമായിട്ട് റോബിനും അരുണും സൂചിപ്പിച്ചു. ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ അടുത്ത നാളുകളിൽ സംഭവ വികാസങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു അധിനിവേശം അല്ലെങ്കിൽ ഒരു അതിക്രമം കേരളത്തിലെ ക്രൈസ്തവർക്ക് നേരെ ഉണ്ടാകുമ്പോൾ അനവധി സംഭവങ്ങൾ, ഈ പൂഞ്ഞാർ വിഷയമായിക്കോട്ടെ, നിസ്കാര സമര വിവാദമായിക്കോട്ടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല വിഷയങ്ങളായിക്കോട്ടെ, അപ്പോൾ അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ടും അതിനെ സൂക്ഷ്മമായി വീക്ഷിക്കുമ്പോൾ പെട്ടെന്ന് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ അല്ലെങ്കിൽ അവരെ പിന്താങ്ങുന്നവർ ചാടി വീഴും. അതായത് അവിടെ ഒരു വർഗീയത വരുന്നു, അല്ലെങ്കിൽ മതസ്പർദ്ധയുടെ ഒരു വിഷയമാണ് അവിടെ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ വർഗീയത വരുന്നു, അപ്പോൾ പിന്നെ അവിടെ ഒരു കോംപ്രമൈസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ, കാര്യങ്ങൾ, നീക്കങ്ങൾ, പ്രസ്താവനകളൊക്കെ വരുന്നു. അപ്പോൾ അവിടെ ഈ പ്രതിസന്ധി ഏറ്റുവാങ്ങിയത്, അധിനിവേശം ഏറ്റുവാങ്ങിയത് ക്രൈസ്തവ സമൂഹമാണെങ്കിലും അറ്റ് ദി എൻഡ് ഓരോ വിഷയം എടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വർഗീയത പറയുന്നത് ക്രിസ്ത്യാനികളാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തെറ്റിദ്ധാരണ വരുത്താൻ ഇവർ വിജയിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ വഖഫ് വിഷയം തന്നെയാണെങ്കിൽ പോലും അതിൽ ഒരു വർഗീയതയുടെ ഒരു എലമെന്റ്, അല്ലെങ്കിൽ വർഗീയത പറയുന്നു, ക്രിസ്ത്യാനികൾ വർഗീയത പറയുന്നു എന്ന രീതിയിലേക്ക് വരും. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, ഈ മണിപ്പൂർ വിഷയം വരുമ്പോൾ മാത്രമേ ഒരു പച്ചയ്ക്ക് അവിടെ വർഗീയത പറയുന്നുണ്ട്. അതൊരു ക്രിസ്ത്യൻ വേഴ്സസ് ഹിന്ദു എന്ന്
പച്ചയ്ക്ക് തന്നെ തുറന്നു പറയാൻ ഇവർ മടിക്കുന്നില്ല. പക്ഷേ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അധിനിവേശം, അതിക്രമം ക്രൈസ്തവർക്ക് നേരെ പല വിഷയങ്ങളിലും ഉണ്ടാകുമ്പോൾ അവിടെ ഉടനെ തന്നെ അവർ ചാടി വീഴും. പൊളിറ്റിക്കൽ ഇസ്ലാം ഒരു പ്രതിരോധത്തിലാകുമ്പോൾ ക്രിസ്ത്യാനികൾ വർഗീയത പറയുന്നു, അവിടെ വർഗീയത പറയരുത്, മതസ്പർദ്ധ പറയരുത്, ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത്. പക്ഷേ തെറ്റിദ്ധാരണാജനകമായ ക്രിസ്ത്യാനികളാണ് ഇവിടെ വർഗീയത പറയുന്നത്, മതസ്പർദ്ധ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് ആ വിഷയത്തെ ലഘൂകരിക്കുന്നു. ആ വിഷയത്തിൽ ഉത്തരവാദികളായവരെ അത് വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പോൾ അതിൽ തന്നെ വ്യക്തമാണ് ഈ ഒരു ഇരട്ടത്താപ്പ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നേരത്തെ അരുണും റോബിനും പറഞ്ഞതുപോലെ ഈ കുക്കി മിലിറ്റൻസ്, നമുക്കറിയാം ഈ ക്രിസ്ത്യാനികളുടെ ചെലവിലാണെങ്കിൽ ക്രിസ്ത്യാനികളുടെ പ്രേമമൂത്താണ് ഈ കുക്കികളെ അല്ലെങ്കിൽ കുക്കികളുടെ വക്താക്കളായിട്ട് പലരും സംസാരിക്കുന്നത്. നമുക്ക് തീർച്ചയായും വ്യക്തവും ശക്തവുമായി പറയാൻ സാധിക്കും, ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള കൊലപാതകം ചെയ്ത ഈ കുക്കി മിലിറ്റൻസ്, അത് കുക്കികളായിക്കോട്ടെ മെയ്റ്റികളായിക്കോട്ടെ, അത് ക്രൈസ്തവരാണെങ്കിൽ അവർ ക്രൈസ്തവർ എന്ന് വിളിക്കപ്പെടാൻ യാതൊരു യോഗ്യതയുമില്ല. അതുകൊണ്ട് ഒരിക്കലും ക്രിസ്ത്യാനിയുടെ ചെലവിൽ ഇനി ഇവരെ പിന്താങ്ങേണ്ട അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടി അനുകൂലിച്ച് സംസാരിക്കേണ്ട ഒരു ബാധ്യത ഇവിടെ ആർക്കുമില്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഒരു കാര്യം കൂടി ഉള്ളത് എന്ന് വെച്ചാൽ, ശരിക്കും ഈ ആക്രമണങ്ങൾ മിലിറ്റന്റ് ഗ്രൂപ്പുകൾ നടത്തുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരയാക്കപ്പെടുന്നത്, സമാധാനം കാക്ഷിക്കുന്നത്. ഇപ്പം ഒരുപാട് അവരുടെ ഈ ഇപ്പോൾ കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യാനിറ്റിയിലെ കൺവേർട്ട് ചെയ്ത് അവർക്ക് ഒരുപാട് പുരോഗതി എല്ലാം ഉണ്ടായിട്ടുള്ള ആളുകളാണ്, ജനങ്ങളാണ്. അവരിൽ ഒരു ചെറിയ വിഭാഗമാണ് ഇതുപോലെ കള്ളക്കടത്തും കൊലപാതകവും മിലിറ്റന്റ് പ്രവർത്തനങ്ങളുമായിട്ട് പോകുന്നത് എന്നുള്ളത് കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ എടുത്തു പറയണം എന്നുള്ളതാണ്. സാധാരണക്കാരാണ് ഇതിൻ്റെ ഉള്ളിൽ ഇരകളായി മാറുന്നത്. ജോർജ്, നമ്മുടെ പല ചർച്ചകളിലും പറയാറുള്ളതാണ് ഈ കുക്കികൾ ക്രിസ്ത്യാനികൾ എന്ന രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയക്കാരുടെ പൊള്ളത്തരങ്ങളെ കുറിച്ചിട്ട്. ഒരിക്കലും ക്രിസ്ത്യാനികൾ അതിൽ കയറി തല വെച്ചു കൊടുക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇവിടെ നടക്കുന്ന കലാപം വംശീയ കലാപമാണ്. നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞാണ് ഇത് വംശീയ കലാപമാണ്, വർഗീയ കലാപമല്ല. പക്ഷേ എന്നാൽ അതിൽ കുറച്ച് വർഗീയ എലമെൻസ് ഉണ്ടായിരുന്നു. അത് ആ കലാപത്തിൻ്റെ തുടക്കത്തെ കാലങ്ങളിൽ മേത്തൈകളുടെ 250ഓളം പള്ളികൾ തകർക്കപ്പെട്ട കാര്യത്തിൽ അവിടെ ഒരു വർഗീയമായ എലമെൻ്റ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അന്ന് ആ കാര്യത്തിൽ ഡിസ്കസ് ചെയ്താണ്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് അതല്ല വേണ്ടത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് ഇവിടുത്തെ ക്രിസ്ത്യാനികളെ എങ്ങനെയെങ്കിലും ഹിന്ദുക്കളുമായിട്ട് അല്ലെങ്കിൽ മറ്റു മതവിഭാഗങ്ങളുമായിട്ട് തമ്മിൽ തെളിയിച്ച് അതിൽ നിന്ന് അവർക്കൊരു നേട്ടം കൊയ്ത് അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു വളർച്ചയ്ക്കുള്ളൊരു വളക്കൂറുള്ളൊരു മണ്ണാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. നമുക്കറിയാം ഇവിടുത്തെ പോലെ തന്നെ അവിടുത്തെ മണിപ്പൂർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കേസുകൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ നാർക്കോട്ടിക്സുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ മുസ്ലിം പങ്കൽസാണ്, മേത്തയിലെ മുസ്ലിം പങ്കൽസാണ് ഏറ്റവും കൂടുതൽ കേസുകളിൽ പെട്ടിരിക്കുന്നത്. ഈ കുക്കികളാണ് അവിടുത്തെ പോപ്പി കൾട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ട് അവിടെ അറസ്റ്റിലായിരിക്കുന്നത്. പല കേസുകളിലും അറസ്റ്റിലായിരിക്കുന്നത്. അവർക്ക് അവിടെ പോപ്പി കൾട്ടിവേഷൻ ഉണ്ട്, നമ്മളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അവിടുത്തെ ഒരു നാഗ വില്ലേജിൽ അവിടുത്തെ ഗവൺമെന്റിന് അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. 5 ദിവസത്തിനുള്ളിൽ ഇവിടുത്തെയുള്ള കുക്കി പ്ലാന്റേഴ്സിനെ ഇവിടുന്ന് ഒഴിപ്പിച്ചു തരണം, കുക്കികളുടെ പോപ്പി കൃഷി അവിടെ നശിപ്പിച്ചു തരണം. അത് പറഞ്ഞ് അവിടുത്തെ നാഗകളുടെ വില്ലേജ് വോളണ്ടിയേഴ്സും പോലീസും ചെന്ന് അവിടെ അത് നശിപ്പിക്കാനായിട്ട് ചെന്നു. അതോടുകൂടി ഇവർ ക്രൂരമായിട്ട് അവരെ ആക്രമിച്ച് പുറത്തേക്ക് വിട്ടു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ റോബിൻ സൂചിപ്പിച്ചതുപോലെ അനധികൃതമായ സെറ്റിൽമെന്റ്സ് അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം അവിടുത്തെ മേധകളെ മാത്രമല്ല നാഗന്മാരെയും എല്ലാവരും ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ കുക്കികളെ സംബന്ധിച്ചിടത്തോളം കുക്കികൾക്ക് അവർ കുറച്ച് അഗ്രസീവാണ്, മേത്തൈകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ശാന്തരാണ്. പക്ഷേ മേത്തൈകളുടെ ഉള്ളിൽ ഒരു ആരംഭ തെങ്കോൾ എന്ന് പറഞ്ഞ മേത്തൈ ലിബൂൺ എന്ന് പറഞ്ഞുള്ള 2 സംഘടനകൾ, തീവ്ര സംഘടനകളിലൂടെ അവരൊരു മിലിറ്റന്റ് സ്വഭാവം കാണിക്കുന്നു. അതിന്റെ പൂർണ്ണമായ നിയന്ത്രണം ബീരൻ സിംഗിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഇതേപോലെ തന്നെ കുക്കികൾ അവർ സംഘടിച്ച് നിൽക്കുകയാണ്. അവരുടെ എല്ലാ കമ്മ്യൂണിറ്റികളും ഒന്നിച്ച് നിൽക്കുകയാണ്. ഈ ഒന്നിച്ച് നിന്ന് അവർ വില്ലേജ് വോളണ്ടിയേഴ്സ് എന്ന പേരിലൊക്കെ അവതരിപ്പിക്കുന്ന പലരും അവർ കുക്കി മലനിരകളിൽ നിന്ന് നേരെ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കാർഗിൽ യുദ്ധം നടന്ന സമയത്ത് ആർക്കാണ് യുദ്ധത്തിൽ മേൽക്കൈ കിട്ടുക? അത് ഈ മലമുകളിൽ നിൽക്കുന്നവർക്കാണ് മേൽക്കൈ കിട്ടുന്നത്. അവർക്ക് താഴെ നടക്കുന്ന എല്ലാ സംഭവങ്ങളും കാണാൻ സാധിക്കും. ആരെങ്കിലും ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതേപോലെ തന്നെ കുക്കി മിലിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്രയും ട്രെയിൻഡ് ആണ്. അവർ കാട്ടിലുള്ള എല്ലാവിധ അഭ്യാസമുറകളും പഠിച്ചാണ്. റോബിൻ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 4000ഓളം ആയുധങ്ങൾ മേത്തയുടെ കയ്യിൽ കിട്ടിയെങ്കിലും അവർക്കത് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷേ കുക്കികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ചെറിയൊരു പിസ്റ്റൺ കിട്ടിയാൽ മതി, അവർക്ക് അത് ഉപയോഗിച്ച് അനേകരെ കൊല്ലാൻ സാധിക്കും. കാരണം അവർ അത്രയും ട്രെയിൻഡ് ആണ് അവരുടെ ഏരിയയിൽ. അതുകൊണ്ട് തന്നെ അവരുടെ ഏരിയയിൽ ഇനി സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ, അതാണ് അവരുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് ഒരിക്കലും ഭാരത ഗവൺമെന്റിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. കാരണം അത് നാഗന്മാർക്കും അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, മേത്തൈകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. ഇവർക്കൊരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് രാജ്യത്തിന് പോലും അത് ഒരു അപകടമാണ്. കാരണം ഈ മണിപ്പൂർ എന്ന് പറയുന്നത് മ്യാൻമറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ ഗോത്രവിഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് ചൈനയുമായിട്ട് കണക്ട് ആവുന്നു. അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർക്കൊരു സെപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൊടുക്കാൻ സാധിക്കില്ല. മേത്തൈകളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞത് ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവച്ചിട്ടുള്ള എല്ലാ കേന്ദ്ര സേനയെയും പാരാമിലിറ്ററികളെയും അവിടുന്ന് ഒഴിവാക്കുക. ഞങ്ങളുടെ ഇപ്പോൾ ബീരൻ അവർ തള്ളി പറയുന്നുണ്ട്. എന്നാൽ പോലും അവർ ഇതുവരെ പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ബീരനും അല്ലെങ്കിൽ ഞങ്ങളുടെ മേത്തൈകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് സംവിധാനം മതി, ഇവിടേക്ക് കേന്ദ്രം വരരുത്, ഇതാണ് അവർ പറയുന്നത്. ഇപ്പോൾ കുൽദീപ് സിംഗ് എന്ന് പറഞ്ഞ സുരക്ഷാ ഉപദേഷ്ടാവാണ് ഇപ്പോൾ അവിടുത്തെ യൂണിഫൈഡ് കമാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്. അവർ ആദ്യമേ തന്നെ മേത്തൈകൾ ഡിമാൻഡ് ചെയ്യുന്നതാണ് അവരെ പുറത്താക്കുക, ഞങ്ങളുടെ ഗവൺമെന്റിന് പോലീസിനെയും ഇവിടുത്തെയുള്ള സാഹചര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള സംവിധാനം തരിക. അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് ഒരു വിധത്തിലും
ഒറ്റ അടിക്കിൽ തീർക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമല്ല. ഇപ്പോൾ രണ്ടായിട്ട് വിഭജിച്ചെടുക്കുകയാണ്. കുക്കി ഏരിയയിൽ കുക്കികൾ മാത്രം, മേത്തൈ ഏരിയയിൽ മേത്തൈകൾ മാത്രം. ഇതിന്റെ ഇടയിൽ ഒരു ബഫർ സോൺ. ഈ ബഫർ സോണിൽ ഇരുന്ന് നമ്മുടെ കേന്ദ്രസേന അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നു. വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയ ഒരു സിറ്റുവേഷനിൽ. അതുപോലെ തന്നെ പരസ്പരമുള്ള ഒരു വൈര്യം, ഈ രണ്ട് കൂട്ടർക്കും ഉള്ളിലുള്ള ഒരു പക, ആ പകയൊക്കെ നീങ്ങി പോകാനായിട്ട് കുറച്ച് നാളുകൾ എടുക്കും. അത് നമുക്ക് പെട്ടെന്ന് അത് പരിഹരിക്കാൻ പറ്റും, നാളെ ഒരു തീരുമാനം ഉണ്ടാക്കിയാൽ പറ്റുമെന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം രണ്ടുപേരും അവരുടെ സ്റ്റാൻഡിൽ പൂർണ്ണമായിട്ട് ഉറച്ചു നിൽക്കുകയാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും അവരാരും തയ്യാറല്ല. നമ്മൾ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ ഈ മണിപ്പൂർ കലാപത്തിൽ അല്ലെങ്കിൽ അവിടെ എന്താണ് നടക്കുന്നത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തു. സ്വാഭാവികമായിട്ടും ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു എപ്പിസോഡ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോയ്ക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്താ സംഘപരിവാർ ശക്തികളെ വെള്ളപൂശാൻ, BJP വെള്ളപൂശാൻ വരുന്ന ഒരു വീഡിയോ ആണ് എന്ന തരത്തിലേക്ക് ചിലരൊക്കെ ചില നിക്ഷിപ്ത താല്പര്യക്കാർ കമൻറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് കൊടുക്കാനുള്ള ഒരു മറുപടി ഇതാണ്. അതായത് ഈ മണിപ്പൂർ കലാപം എന്ന് പറയുന്നത് ഈ വംശീയ കലാപത്തെ വംശീയ കലാപമായും വർഗീയ കലാപത്തെ വർഗീയ കലാപമായിട്ടും അത് പറയാനുള്ളൊരു ആർജവത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ കാണിക്കണം. നമുക്കറിയാം ഈ മണിപ്പൂർ കലാപം അത് കൃത്യമായിട്ട് ഒരു വംശീയ കലാപം തന്നെയാണ്. ഈ കണ്ടമാലിൽ സംഭവിച്ചത് എന്താണ്? അവിടെ തീവ്ര ഹിന്ദുത്വ ശക്തികൾ ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയൊരു അതിക്രമമാണ്. അത് കൃത്യമായിട്ട് പറയാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ട്. അത് എതിർക്കപ്പെടണം. ഈ ക്രൈസ്തവർക്ക് നേരെ അത് ആര് പീഡനം നടത്തിയാലും, ആര് അതിക്രമം നടത്തിയാലും, അത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വക്താക്കളായിക്കോട്ടെ തീവ്ര ഹിന്ദുത്വ ശക്തികളായിക്കോട്ടെ, അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാനും അതിന്റെ വസ്തുതകൾ ചൂണ്ടിക്കാണിക്കാനും അതിന്റെ കുറ്റക്കാർക്ക് നേരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള രീതിയിൽ ആരോപണങ്ങൾ ഉന്നയിക്കാനുമുള്ള ആർജവത്വം നമുക്കുണ്ട്. ഇപ്പോൾ ഈ മണിപ്പൂരിൽ നടക്കുന്ന എന്താണ്? കൃത്യമായ വംശീയ കലാപമാണ്. പക്ഷേ അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു വർഗീയമായിട്ടുള്ള ചില എലമെന്റ്സ് അവിടെ പ്ലേ ചെയ്തിരുന്നു എന്നത് വളരെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞതുപോലെ തുടർന്നുകൊണ്ട് പോകുന്നത് വളരെ കലുഷിതമായിട്ടുള്ള ഒരു വംശീയമായിട്ടുള്ള വികാരം ഉള്ളിൽ പേറിക്കൊണ്ട് മെയ്തികളും കുക്കികളും തമ്മിൽ നടത്തുന്ന ഒരു സംഘർഷം തന്നെയാണ് അവിടെ നടക്കുന്നത്. മത്സരം ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കണ്ടമാൽ കലാപം അത് വർഗീയ കലാപം തന്നെയാണ്. തീവ്ര ഹിന്ദുത്വ ശക്തികൾ അവിടെയുള്ള പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് നേരെ നടത്തിയ അതിക്രമം തന്നെയാണ്. നിരവധി ക്രൈസ്തവ ദേവാലയങ്ങൾ അവിടെ തകർക്കപ്പെട്ടു. പാവപ്പെട്ട ക്രിസ്ത്യാനികൾ അത് ക്ഷമയോടെ അത് സഹിച്ചു. ഒരു തിരിച്ചടി ഒന്നും അവിടെ നടത്തിയില്ല. അവിടെ നടത്തത് കൃത്യമായ വർഗീയ കലാപം തന്നെയാണ് എന്ന് പറയാനുള്ള ഒരു ആർജവത്വം നമുക്കുണ്ട്. പക്ഷെ ഇവിടെ നടക്കുന്നത് എന്താണ്? ഈ മണിപ്പൂർ കലാപത്തിന്റെ പേരിൽ ഇത്രത്തോളം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇത്രത്തോളം ക്രൂരമായ കൊലപാതകങ്ങൾ നടത്തുന്ന ഈ കുക്കികൾ ക്രിസ്ത്യാനികളാണ് എന്നതിന്റെ പേരിൽ, അല്ലെങ്കിൽ അത് ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്ന ഒരു പീഡനം, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളാണ് അവിടെ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന തരത്തിലാണ് ഇവിടെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഇത്രത്തോളം ക്രൂരമായിട്ടുള്ള ഈ പീഡനം നടത്തുന്ന അല്ലെങ്കിൽ കൊലപാതകങ്ങൾ നടത്തുന്ന സംഘർഷം നടത്തുന്ന കുക്കി മിലിറ്റൻസിനെ ഒരു ക്രൈസ്തവൻ ആണ് എന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ചെലവിൽ ന്യായീകരിക്കേണ്ട ഒരു ബാധ്യത ഇവിടുത്തെ ക്രൈസ്തവർക്കില്ല. അത് തീർച്ചയായിട്ടും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഒരു BJP വെള്ളപൂശാനോ സംഘപരിവാർ ശക്തികളെ വെള്ളപൂശാനോ ഉള്ള ഒരു എപ്പിസോഡല്ല. സംഘപരിവാർ ശക്തികൾ അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ ശക്തികൾ അതാരായിക്കോട്ടെ, ഇനി പൊളിറ്റിക്കൽ ഇസ്ലാം ആയിക്കോട്ടെ, അവർ ക്രിസ്ത്യാനികൾക്കെതിരെ ഏത് തരത്തിലുള്ള അതിക്രമം നടത്തിയാലും അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ചൂണ്ടിക്കാണിക്കും. പക്ഷേ മണിപ്പൂരിൽ നടക്കുന്നത് തീർച്ചയായും വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അതിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തുന്നവരുടെ ഒരു ഇരട്ടത്താപ്പ്, ഒരു പൊയ്മുഖം തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചർച്ച സംഘടിപ്പിച്ചത്. വംശീയ കലാപമായ മണിപ്പൂർ കലാപം അതൊരു വർഗീയ കലാപമായി ചിത്രീകരിച്ച് കേരളത്തിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുടെ ഒരു ഇരട്ടത്താപ്പ്, ആ ഒരു പൊയ്മുഖം തുറന്നു കാണിക്കുകയായിരുന്നു നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ശ്രമിച്ചത്. കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ തീർച്ചയായിട്ടും തിരിച്ചറിയുക, മണിപ്പൂരിൽ നടക്കുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വംശീയ കലാപമാണ്. കലാപത്തിന്റെ തുടക്ക കാലഘട്ടത്തിൽ ഒരു വർഗീയമായിട്ടുള്ള ചില എലമെന്റ്സ് അവിടെ കളിച്ചിരുന്നു എന്ന കാര്യം നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കില്ല. അതൊരു വസ്തുത തന്നെയാണ്. പക്ഷേ തികച്ചും വംശീയമായിട്ടുള്ള നിലപാടുകളോടെ, തീവ്രമായിട്ടുള്ള വംശീയമായിട്ടുള്ള നിലപാടുകളോടെ കുക്കി മെയ്തൈ പക്ഷക്കാർ തമ്മിൽ നടത്തുന്ന ഒരു സംഘർഷമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മെയ്തൈ വിഭാഗത്തിൽപ്പെട്ടവരിലും കുക്കി വിഭാഗത്തിൽപ്പെട്ടവരിലും തീർച്ചയായിട്ടും നല്ലവരായിട്ടുള്ള വ്യക്തിത്വങ്ങളുണ്ട്, നല്ലവരായിട്ടുള്ള വ്യക്തികളുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്. പക്ഷേ അവരുടെ ഇടയിൽ വംശീയമായിട്ടുള്ള ഒരു വെറി, വംശീയമായിട്ടുള്ള ഒരു വിഷം കുത്തിവെച്ചുകൊണ്ട് അവരെ ദുരുപയോഗം ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ കലാപത്തിലേക്ക് തള്ളിവിടുന്ന ചില മിലിറ്റന്റ് ശക്തികളുണ്ട്. അവരെയാണ് ഒറ്റപ്പെടുത്തേണ്ടത്. അതല്ലാതെ അതൊരു വർഗീയ കലാപമായി ചിത്രീകരിച്ച് തങ്ങളുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി, നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവരുടെ പൊയ്മുഖം കേരളത്തിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായം തിരിച്ചറിയുക എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.